പക്ഷേ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? ആണോന്ന്? നീ എന്നോട് എന്താ പറഞ്ഞത്? അവളെ കാണാനില്ലെന്ന്. ഇങ്ങനെയാണെന്ന് നീ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. നിന്റെ കൂടെ വന്ന മറ്റു 2 കുട്ടികളെയും നീ മറന്നില്ലല്ലോ. ഈ കുട്ടിയെ മാത്രം നീ എങ്ങനെയാ മറന്നത്? പക്ഷേ നിന്നോടാണ് ചോദിക്കുന്നത്. നിനക്കെന്താ ഉത്തരമില്ലേ? വർഷേ, വെറുതെ മോങ്ങിക്കൊണ്ട് നിൽക്കാതെ ഉത്തരം പറയൂ നീ. നീ നോക്കുന്ന കണക്കൊക്കെ പിന്നെ പറ വർഷേ. നീ നോക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാനൊക്കെ ദിവസവും കാണുന്നുണ്ട് ഇവിടെ. അച്ഛനോ? ഞാൻ നിനക്ക് വെറും കിളവനല്ലേ? കിളവൻ. എപ്പോ മുതലാ നിനക്ക് ഞാൻ നിന്റെ അച്ഛനായത്? നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നിന്നെ ഞാനൊന്നും ചെയ്യാത്തത് എന്റെ കഴിവുകേടായി നീ കാണരുത്. കെട്ടിയ പെണ്ണിനെ തല്ലുന്നവൻ ആണല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിന്നോട്. വേണ്ട മോനെ, വിട്ടേക്ക്. ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. പഠിച്ചോനെ, പാട്ട് കേക്കാണ്ട് ആളെ കാണാനും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ. ഇനിയിപ്പോൾ ആ ബഡ്ജറ്റ് മുങ്ങിയോ?
കോയെ ഇജ്ജ് എവിടുന്നപ്പാ പാട്ട് പാടുന്നത്? അല്ല പെമ്പറന്നോളെ, അന്നെ കാണാനില്ല, എന്റെ പാട്ടും കേൾക്കണുണ്ട്. ഇജ്ജ് എവിടെയെന്ന് നോക്കിയതാ ഞാനേ. ഇജ്ജ് എന്തിനാപ്പോ അവിടെ അടുക്കാട്ട് കോരിയും പിടിച്ചും കൊണ്ട് നിക്കണത്? അല്ല കുൽസോ, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തിനാപ്പ അവിടെ തന്നെ ഇരുന്നിട്ട് ബുക്കിട് നോക്കിക്കൊണ്ട് ഒത്തിരിക്കണത്? വേറെ അവിടെ ഉണ്ടാവൂലേ, അതെടുത്താ പോരെ? ആര്? മുത്തേ, എവിടെ നോക്കി നിൽക്കുന്നേ? എന്റെ മുത്ത് അത് കഴിച്ചേ. മുത്തേ, അതൊന്നും പറഞ്ഞാ പറ്റൂല. മുത്ത് ഇപ്പൊ തന്നെ കഴിക്കണം. മുത്ത് ആകെ ക്ഷീണിച്ചു. ഇന്നാരും സാരില്ല, അച്ഛന്റെ സമാധാനത്തിന് മുത്ത് കഴിച്ചേ. എന്റെ മോളെ, ചിലരൊക്കെ ഒരുപാട് പട്ടിണി കിട്ടതല്ലേ. അവരുടെ മുൻപിൽ വെച്ച് തന്നെ എന്റെ മോള് വയറ് ഫുള്ളായി കഴിക്ക്. അവര് നോക്കി നിന്ന് വെള്ളം ഇറക്കട്ടെ. മുത്തേ, പെട്ടെന്ന് കഴിച്ചു തീർക്ക്. എന്നിട്ട് നമുക്ക് രാത്രി പുറത്തൊക്കെ ഒന്ന് പോവാം, മുത്തശ്ശനെയും കൂട്ടിയിട്ട്. മുത്തേ, മുത്തേ, നീ വിഷമിക്കണ്ട. ഇന്നൊരു ദിവസം അവര് കുറച്ചു നേരം പുറത്തു നിൽക്കട്ടെ. എന്റെ മുത്ത് അനുഭവിച്ചതിന്റെ പകുതി പോലും ആകുന്നില്ല അത്. എന്നിട്ടും എന്റെ മുത്തിന്റെ ഈ മനസ്സ് കാണുന്നില്ലല്ലോ ആ ദുഷ്ട. എന്ത് ചെയ്യാനാ, ഭാര്യയായി പോയില്ലേ. കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ മൂന്നെണ്ണവും. മുത്തങ്ങോട്ട് നോക്കണ്ട.
മുത്തേ. ആ ദുഷ്ടകൾ ചെയ്ത പണിയാകൂ ഇത്. പാവം മുത്ത്. ഇതിനൊക്കെ എന്താ അവിറ്റകൾ ചെയ്യേണ്ടത്? മുത്തേ, അച്ഛന്റെ മുത്തേ എണീക്കടാ. മുത്തേ, നീ സങ്കടപ്പെടണ്ടടാ. അവർക്ക് ഫോട്ടോ മാത്രമല്ലേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിലുള്ള മോളുടെ അമ്മ ഒരിക്കലും പോവില്ലല്ലോ. അവളെന്നും നമ്മുടെ ഹൃദയത്തിലല്ലേ. അവിടെ നിന്ന് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. മുത്തേ, മുത്ത് വിഷമിക്കണ്ട. അച്ഛന് ഇന്ന് തന്നെ അതൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് തരാം. അതേപോലെ ആക്കി തരാം. അതുപോലെ എന്റെ മുത്തിന്. മോള് വിഷമിക്കണ്ട കേട്ടോ. ഇന്ന് തന്നെ അച്ഛൻ ശരിയാക്കി കൊണ്ടുവന്ന് തരാം. സങ്കടപ്പെടില്ല മോളെ. അച്ഛൻ ഇന്ന് തന്നെ ശരിയാക്കി കൊണ്ടുവന്ന് തരാ പറഞ്ഞില്ലേ.